കുളി കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ ഞാൻ ജനാലയിലൂടെ കൃഷ്ണന്റെ അമ്പലം നിൽക്കുന്ന ദിശ നോക്കി കൈകൂപ്പി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ സംക്ഷിപ്ത രൂപം താഴെ പറയാം. എന്റെ കൃഷ്ണ, എന്റെ ജീവിതമെന്ന ചെറുനദി ഋതുപർണ എന്ന ചെറുനദിയുമായി വിവാഹം എന്ന പോയിന്റിൽ വെച്ച് കൂടിച്ചേർന്ന് വലിയൊരു നദിയായി മാറാൻ പോകുന്ന മഹനീയ സുദിനമാണിന്ന്. ഇതുവരെ എത്താൻ നീ എനിക്ക് നൽകിയ ബുദ്ധിയും ശക്തിയും തുടർന്നും തരണമേ. നാളിതുവരെ നിന്റെ അമ്പലത്തിൽ 5 പൈസ പോലും ഞാൻ കാണിക്കയിട്ടിട്ടില്ലെങ്കിലും നീ എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ വാരിക്കോരിത്തന്നു. തുടർന്നും അതുപോലെ തുടരണമേ. എന്റെ അച്ഛന്റെ അഭിപ്രായ പ്രകാരം ഒരു മനുഷ്യൻ അവന്റെ ഏറ്റവും വലിയ ശത്രുവിനെ തിരഞ്ഞെടുക്കുന്ന ചടങ്ങാകുന്നു വിവാഹം. പിന്നെയുള്ള ജീവിതം രണ്ടിലൊരാൾ വടിയാകുന്നതുവരെ വെടിനിർത്തലുകളില്ലാത്ത നീണ്ട യുദ്ധമാണത്രേ. ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ നീ എന്റെ തേര് തെളിക്കണമേ. നീ എന്റെ പക്ഷത്ത് നിൽക്കുമ്പോഴും നിന്റെ സൈന്യത്തെ പണ്ട് കൗരവർക്ക് കൊടുത്തതുപോലെ ഋതുവിനോ അവളുടെ അച്ഛൻ തോട്ടൻകര സഹദേവനോ കൊടുത്ത് എന്നെ കൊല്ലിക്കാൻ നോക്കരുതേ. കല്യാണം കഴിഞ്ഞവന്മാരൊക്കെ ഒരു ദയവുമില്ലാതെ ഓരോന്ന് പറഞ്ഞു പേടിപ്പിക്കുകയാണ് കാളിയമർദ്ദന. അവന്മാരുടെ നാക്കിനെ അവന്മാരുടെ പല്ലുകളെ കൊണ്ട് നീ കടിപ്പിക്കണമേ. എന്റെ വിവാഹ ജീവിതത്തിൽ നീ യുദ്ധമൊഴിവാക്കാൻ ശാന്തിദൂതുമായി പോവുകയും സന്തോഷവും സമാധാനവും നിറച്ചു തരികയും ചെയ്യണമേ. ആദ്യ രാത്രിയിൽ എന്തു ചെയ്യണമെന്ന് ഒരു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പോയി പഠിച്ചിട്ടില്ല. പഠിക്കാതെ ഞാൻ പ്രയോഗിക്കുന്ന വിദ്യകൾ എന്റെയോ ഋതുവിന്റെയോ ജീവനെടുക്കാതെ കാത്തുകൊള്ളണമേ. യദുകുലരതിദേവാ, ഇന്ന് കല്യാണപ്പന്തലിൽ അടിയുണ്ടാകാതെ നോക്കിക്കൊള്ളണമേ. ഭാവിയിൽ ഋതുവുമായി അടിയും വഴക്കുമുണ്ടാകുമ്പോൾ എന്നെ തന്നെ ജയിപ്പിക്കണേ കംസനിഗ്രഹ. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഋതു എന്നെ കൊല്ലാതെ സംരക്ഷിച്ചു കൊള്ളണേ ആശ്രിത വത്സല. എന്റെ ചെറുകുട്ടിയായതുകൊണ്ട് പറയല്ല, എന്നെ ഭയങ്കര ബഹുമാനമാണ്. എപ്പോ കണ്ടാലും തൊഴും. ശബ്ദം കേട്ട് ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ജനലിന് പുറത്ത് ഭാസ്കരൻ അപ്പൂപ്പനാണ്, അമ്മയുടെ മാമൻ. പോകാനുള്ള വിസയും പാസ്പോർട്ടുമൊക്കെ റെഡിയായി നിൽക്കുന്ന ആളാണ്. പക്ഷെ അതിൻ്റെ ഒരഹങ്കാരവുമില്ല. അതേടാ തൊഴുതത്. അപ്പൂപ്പൻ നാക്ക് വെളിയിലിട്ട് ചിരിച്ചു. കൂടെയുള്ള ആളും ചിരിച്ചു. മുതിർന്നവരോടുള്ള ഈ ഭക്തിയും ബഹുമാനവുമാണ് ഇവനെ മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. അപ്പൂപ്പൻ പ്രസംഗം ആരംഭിച്ചു. ഈ അപ്പൂപ്പനെ പേടിച്ചാണ് അപ്പൂപ്പന്റെ നാട്ടിലെ വായനശാലയിൽ ഒരു പരിപാടിയും സംഘടിപ്പിക്കാത്തത്. മയക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അപ്പൂപ്പൻ കയറി പ്രസംഗിക്കും. എന്താണ് പറയുന്നതെന്ന് അപ്പൂപ്പനും അറിയില്ല, കേൾക്കുന്നവർക്കും അറിയില്ല. അപ്പൂപ്പൻ തുടർന്നു. സത്യത്തിൽ ഇവൻ മനുഷ്യനല്ല. അപ്പോൾ കൂടെയുള്ളയാൾ ചോദിച്ചു, പിന്നെ മൃഗമാണോ? അപ്പൂപ്പൻ പറഞ്ഞു, അല്ലടാ, ദൈവം. ഉണ്ണികൃഷ്ണനല്ലേ ഇവൻ, സാക്ഷാൽ ദൈവം. കൂടെയുള്ളയാൾ പറഞ്ഞു, അപ്പോൾ ഇവന്റെ കുലം കുടിച്ചും തമ്മിലടിച്ചും നശിക്കും ലിയോ ഭാസ്കര. ഹാ, പുല്ല്, എന്റെ കുലം നശിക്കുമെന്ന്. ഏതാണ് കൂടെയുള്ള ഈ വേട്ടാവളിയൻ കിളവൻ? ഞാൻ ഇയാളെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അപരിചിതനായ ഇയാൾ എങ്ങനെ ഈ അതീവ സുരക്ഷാ മേഖലയിൽ എത്തി? ഇതാരാ? ഞാൻ അപ്പൂപ്പനോട് ചോദിച്ചു. ഇത് തങ്കപ്പൻ. എവിടത്തെ? അവിടത്തെ. അപ്പൂപ്പൻ തെക്ക് ദിശയിലേക്ക് കൈ ചൂണ്ടി. അവിടത്തെ എന്ന് പറഞ്ഞാൽ പട്ടിക്കാട്ടിലെ. പട്ടിക്കാടാണ് അപ്പൂപ്പന്റെ നാട്. ഇയാൾ നമ്മുടെ ബന്ധുവാണോ? അല്ല. ഇയാളെ നമ്മൾ കല്യാണം വിളിച്ചില്ലല്ലോ. ഇല്ല, അപ്പൂപ്പൻ പറഞ്ഞു. പിന്നെ എങ്ങനെ ഇയാൾ ഇവിടെ എത്തി? ഞാൻ വിളിച്ചിട്ട് വന്നതാ. എൻ്റെ ചെറുകുട്ടിയുടെ കല്യാണത്തിന് എൻ്റെ കൂട്ടുകാരെ എനിക്ക് വിളിക്കണ്ടേ? അപ്പൂപ്പന് ദേഷ്യം വന്നു. ശരി, ഇപ്പോൾ ഇങ്ങോട്ട് എന്തിനാ വന്നത്? 2 എണ്ണം അടിക്കണം. നീ എനിക്ക് ഒരു തുള്ളി പോലും വാങ്ങിച്ചു തന്നില്ലല്ലോ. എൻ്റെ കൂട്ടുകാരൻ തങ്കപ്പൻ വന്നപ്പോൾ 1 എണ്ണം കൊണ്ടുവന്നു. എനിക്ക് എൻ്റെ കൂട്ടുകാരന്മാരേ ഉള്ളൂ. അപ്പൂപ്പൻ കരയാറായി. നിങ്ങൾ 2 പേരും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞവരാണ്, ഞാൻ ഓർമ്മിപ്പിച്ചു. കുറച്ചേ കുടിക്കാവൂ. നിങ്ങൾ ആരെങ്കിലും മരിച്ചു പോയാൽ എൻ്റെ കല്യാണം മുടങ്ങും. ഇതൊരു ക്വാർട്ടറേ ഉള്ളടാ ഉണ്ണി. 1 ലിറ്റർ അടിച്ചാലും നിന്റെ അപ്പൂപ്പൻ പന പോലെ നിൽക്കും. അപ്പൂപ്പൻ ചെറിയൊരു കുപ്പി ഉയർത്തി കാട്ടി പറഞ്ഞു, പെണ്ണുങ്ങളൊക്കെ ഉള്ളതാണ്. താഴെ കുളത്തിൻ്റെ കരയിൽ പോയിരുന്ന് രഹസ്യമായേ കഴിക്കാവൂ. അപ്പൂപ്പനും കൂട്ടുകാരനും കാറ്റത്ത് പൂവ് കാടുന്നത് പോലെ തലയാട്ടി. കുടിച്ച് ഫിറ്റാകുമ്പോൾ കുളത്തിലിറങ്ങി കുളിക്കണമെന്ന് തോന്നരുത്. നല്ല ആഴമുണ്ട്. ഞാൻ രാവിലെ കുളിച്ചതാണ്, അപ്പൂപ്പൻ പറഞ്ഞു. കുടിച്ചുകൊണ്ട് വന്നിട്ട് ആൾക്കാരോട് രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും കഥ പറയരുത്. ഞാൻ അപ്പൂപ്പന് വാണിംഗ് കൊടുത്തു. അപ്പൂപ്പന് 2 എണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇതിഹാസങ്ങളെ കയറി പിടിക്കുന്ന ഒരു പതിവുണ്ട്. കഥ മുഴുവൻ പറഞ്ഞു കളയും. രാമായണമായാലും മഹാഭാരതമായാലും കഥയുടെ അവസാനം യുദ്ധമാണല്ലോ. ചിലപ്പോൾ കല്യാണ വീട് ഒരു യുദ്ധകളമായി മാറാനും അപ്പൂപ്പൻ വധിക്കപ്പെടാനും ചാൻസ് ഉണ്ട്. ഇല്ല, ഞാൻ വാ തുറന്ന് മിണ്ടില്ല. അപ്പൂപ്പൻ ആണയിട്ടു. കല്യാണ പന്തലിൽ എന്നെ അനുഗ്രഹിക്കാൻ ഉണ്ടാകില്ലേ? അതോ കുടിച്ച് ബോധം കെട്ട് കിടക്കുമോ? മോനെ, നിന്നെ അനുഗ്രഹിക്കാനാണ് ചാകാതെ ഈ അപ്പൂപ്പൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ഞാൻ അവിടെ ഉണ്ടാവും. അതും പറഞ്ഞ് അപ്പൂപ്പനും കൂട്ടുകാരനും പോയി. എന്തായി തീരുമോ എന്തോ. പ്രാർത്ഥന മുഴുവിപ്പിക്കാൻ സമ്മതിച്ചില്ല. ഭഗവാൻ എന്ത് വിചാരിക്കുമോ ആവോ. അതോർത്ത് എൻ്റെ മനസ്സ് വിഷമിച്ചു. അപ്പോൾ വാതിലിൽ മുട്ട് കേട്ടു. തുറന്നപ്പോൾ ജയനും ഷാഫിയും ഷിബുവുമാണ്. എന്താടാ രാവിലെ? ഞാൻ നമ്പരുന്നു.
ഒരുക്കാൻ വന്നതാ, ജയൻ പറഞ്ഞു. ആരെ? നിന്നെ തന്നെ. ഷാഫി ചിരിച്ചു. എന്തിന്? എടാ, ഇതൊന്നും നിനക്കറിയില്ലേ? വരനെ കൂട്ടുകാർ ചേർന്ന് ഒരുക്കണം, അതൊരു ചടങ്ങാ. ഷിബുവിൻ്റെതായിരുന്നു ആ വാക്കുകൾ. പെട്ടെന്നാകട്ടെ, വീഡിയോഗ്രാഫർ കിടന്ന് കയർ പൊട്ടിക്കുന്നു. സുകുമാരൻ വല്യച്ഛൻ പുറത്തുനിന്ന് ഉച്ചത്തിൽ പറഞ്ഞിട്ട് ഓടിപ്പോയി. വല്യച്ഛൻ്റെ തെറ്റിദ്ധാരണ ഇതുവരെ മാറിയില്ലെന്ന് തോന്നുന്നു. ജയൻ മുറിയിലെ അലമാര തുറന്ന് എൻ്റെ കല്യാണ ഡ്രസ്സുകൾ പുറത്തെടുത്തു. മുണ്ടും ഷർട്ടും ബനിയനും അണ്ടർവെയറും എല്ലാം ഉണ്ട്. ഇതൊക്കെ ഇട്ട് ശീലമുണ്ടോ നിനക്ക്? ഷാഫി അണ്ടർവെയർ പൊക്കിക്കാട്ടി എന്നോട് ചോദിച്ചു. എടാ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇടണ്ട. ജയനാണ്, പരിഹസിക്കുകയാണ്. കല്യാണമായതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ ഷാഫിയുടെ കയ്യിൽ നിന്ന് അണ്ടർവെയർ പിടിച്ചു വാങ്ങി ഒരഭ്യാസിയെപ്പോലെ അതിദ്രുതം അത് ധരിച്ചു. ഇനി മധുവിധ കാലമല്ലേ, അണ്ടർവെയറൊന്നും ഇടാൻ സമയം കിട്ടില്ല. ഫുൾ ടൈം ശയ്യാകേളികളായിരിക്കില്ലേ? അത് പറഞ്ഞു കഴിഞ്ഞ് ഷിബു ഒരുപാട് ചിരിച്ചു. സ്വന്തം അനുഭവമായിരിക്കും ഷിബു പറയുന്നത്. ചുമ്മാതല്ലേ ഇവന്റെ പെണ്ണ് ഇടയ്ക്കിടയ്ക്ക് പിണങ്ങി പോകുന്നത്. വസ്ത്രമെല്ലാം കൂട്ടുകാരാണ് ധരിപ്പിച്ചത്. തലമുടി ചീകി ഒതുക്കിയത് ഷാഫി, പൗഡറിട്ട് തന്നത് ഷിബു, ചെരുപ്പ് ധരിപ്പിച്ചത് ജയൻ, വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സുറുമ നിർബന്ധിച്ച് എൻ്റെ കണ്ണിലെഴുതി തന്നത് മിസ്റ്റർ ഷാഫി, കണ്ണു തട്ടാതിരിക്കാൻ കവിളിൽ ചെറിയ ഒരു കറുത്ത പുള്ളി ഇട്ടു തന്നത് ജയൻ. ഒന്ന് ചിരിക്കടാ, ഷാഫി എന്നോട് പറഞ്ഞു. ഞാൻ പ്രകാശം പരത്തി ഒന്ന് ചിരിച്ചു. ഇതാണ് ഇവന്റെ അവസാനത്തെ ചിരി, എല്ലാവരും കണ്ടോ, ഷാഫി കൂട്ടുകാരോടായി പറഞ്ഞു. എൻ്റെ തോളിൽ കൈവച്ച് ആത്മനൊമ്പരത്തോടെ ഷാഫി തുടർന്നു. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ആണുങ്ങൾക്ക് ചിരിക്കാൻ പറ്റില്ലടാ. ഷാഫി പറയുന്നത് സത്യമായിരിക്കും. ഡോക്ടർ വിഭീഷിന്റെ ക്ലിനിക്കിൽ ഷാഫിക്ക് പറ്റുണ്ട്. മാസാവസാനമാണ് കണക്ക് തീർക്കുന്നത്. ആഴ്ചയിലൊരിക്കൽ ഭാര്യ ഷാഹിനയുടെ തല്ലുകൊണ്ട് ഷാഫി ക്ലിനിക്കിൽ അഡ്മിറ്റ് ആകാറുണ്ട്. ഷാഫിയുടെ മൂഡ് ഓഫ് മാറ്റാൻ വേണ്ടി ഞാൻ പറഞ്ഞു, നമുക്കിനിയൊരു സെൽഫി എടുക്കാം, ഫേസ്ബുക്കിലിടാനേ. ഞങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന് ഒരു സൂപ്പർ സെൽഫി എടുത്തു. ഞാൻ അത് ഉടനെ ഫേസ്ബുക്കിലേക്ക് തള്ളി. ക്യാപ്ഷൻ, വിവാഹനാളിൽ ചങ്കുകൾക്കൊപ്പം. ധൃതി പിടിച്ച് ടൈപ്പ് ചെയ്തതുകൊണ്ട് അതിനി മങ്കികൾക്കൊപ്പം എന്നങ്ങനെ ആയോ എന്തോ. ഞാൻ നിൽക്കണോ അതോ പോണോ? പാറപ്പുറത്ത് ചിരട്ടയിട്ട് ഉരച്ച പോലൊരു ശബ്ദം. ഞങ്ങൾ നോക്കിയപ്പോൾ വീഡിയോഗ്രാഫർ ഭുവനൻ. അവൻ ദേഷ്യത്തോടെ തുടർന്നു, എനിക്ക് ക്യാമറ കയ്യിലെടുത്താൽ ഉടനെ ഷൂട്ട് തുടങ്ങണം, ഇല്ലെങ്കിൽ ക്യാമറ ഉറങ്ങിപ്പോകും. അങ്ങനെ ക്യാമറ ഉറങ്ങിപ്പോയത് കൊണ്ടാണ് മരം ഒടിഞ്ഞു വീണ വീട്ടിലെ ഹേമന്തിന്റെ വിവാഹ വീഡിയോയിലെ ഇരുട്ട് മാത്രം ഉണ്ടായിരുന്നത്. അതുപോലെ സംഭവിച്ചാൽ എന്നെ കുറ്റം പറയരുത്. ഞാൻ അലറി, ഞാൻ റെഡി, നീ തുടങ്ങിക്കോ. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ.